നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷനും വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷൻ ആനുകൂല്യങ്ങളും കൈപ്പറ്റുന്ന എല്ലാ ഗുണഭോക്താക്കളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പുതിയ ഉത്തരവ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇതുവരെ പെൻഷൻ തുക വിതരണം ചെയ്തിരുന്ന പരമ്പരാഗത രീതിയിൽ നിന്നും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്നാണ് ഈ പുതിയ സംവിധാനം നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. മുൻപ് നമ്മുടെ നാട്ടിലെ പ്രാഥമിക കാർഷിക സഹകരണ ബാങ്കുകൾ വഴിയും മറ്റ് സഹകരണ സംഘങ്ങൾ വഴിയും ഒക്കെ തന്നെ പെൻഷൻ തുക വീടുകളിലേക്ക് ലഭ്യമാക്കിയിരുന്നു. വിതരണ ഏജന്റുമാർ നേരിട്ട് വീടുകളിലെത്തി പെൻഷൻ തുക കൈമാറുന്ന ഡയറക്റ്റ് ടു ഹോം എന്ന രീതി നിലവിലുണ്ടായിരുന്നു. എന്നാൽ ഈ രീതി അപ്പാടെ നിർത്തലാക്കാനാണ് നിലവിൽ ഇപ്പോൾ പ്രധാന നിർദ്ദേശം വന്നിട്ടുള്ളത്. ഈ വരാനിരിക്കുന്ന ഓണക്കാലത്ത് ഈ പ്രത്യേക മാറ്റങ്ങളൊക്കെ പെട്ടെന്ന് നടപ്പിലാക്കില്ലെങ്കിലും അതിനുശേഷമുള്ള മാസങ്ങളിൽ ഈ പുതിയ സംവിധാനം പ്രാബല്യത്തിൽ വരുത്താനുള്ള നടപടികളുമായിട്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകും. നിലവിൽ സംസ്ഥാനത്തെ വിവിധ വാണിജ്യ ബാങ്കുകളിൽ അക്കൗണ്ട് ഉള്ളവർക്കും ബാങ്ക് അക്കൗണ്ട് വഴി നേരിട്ട് പെൻഷൻ തുക സ്വീകരിച്ചു പോരുന്നവർക്കും ഈ പുതിയ തീരുമാനം കൊണ്ട് യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. തുക വിതരണം ചെയ്യുന്ന സമയത്ത് തന്നെ DBT ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനം ഉപയോഗിച്ച് തുക അവരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ആയിക്കൊള്ളും. എന്നാൽ ബാങ്കുകളിൽ നേരിട്ട് പോകാൻ സാധിക്കാത്ത അവശതയുള്ളവർക്കും പ്രായമായവർക്കും സാങ്കേതിക കാര്യങ്ങളിൽ വലിയ ധാരണയില്ലാത്തവർക്കും ഏറെ ആശ്വാസകരമായിരുന്നു വീടുകളിലേക്ക് തുക എത്തിച്ചു നൽകിയിരുന്ന രീതി എന്ന് പറയുന്നത്. എങ്കിലും പുതിയ തീരുമാനപ്രകാരം കിടപ്പ് രോഗികളായിട്ടുള്ള വ്യക്തികളെ പ്രത്യേകമായി പരിഗണിക്കുകയും അവർക്ക് ഈ വ്യവസ്ഥയിൽ ഇളവുകൾ നൽകുകയും ചെയ്യുന്നതാണ്. ഇവരുടെ കാര്യത്തിൽ പ്രത്യേക പരിഗണന നൽകി തുക ലഭ്യമാക്കാനാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ശേഷിക്കുന്ന ബാക്കി മുഴുവൻ ഗുണഭോക്താക്കൾക്കും അവർക്ക് നിർബന്ധമായിട്ടും ബാങ്ക് അക്കൗണ്ടുകൾ വഴിയായിരിക്കും ഇനി മുതൽ പെൻഷൻ തുക കൈപ്പറ്റേണ്ടി വരിക. കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഇനി മുതൽ തുക അത് കൈകളിലേക്ക് നേരിട്ട് നൽകുന്ന രീതി ഒഴിവാക്കി തുക മുഴുവൻ അത് കൃത്യമായി ബാങ്ക് അക്കൗണ്ടുകൾ വഴി മാത്രമാകണമെന്നുള്ള ശക്തമായ ശുപാർശയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് പെൻഷൻ തുക ലഭ്യമാകാൻ ബാങ്ക് അക്കൗണ്ടുകൾ നിർബന്ധമായിട്ടും ആധാറുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കണം. അതായത് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് അത് കൃത്യമായിരിക്കണം. ഇതുവരെ ബാങ്ക് അക്കൗണ്ടുകൾ ഇല്ലാത്ത ഗുണഭോക്താക്കൾ ഉണ്ടെങ്കിൽ അവർ എത്രയും വേഗം ഏതെങ്കിലും ഒരു ബാങ്കിൽ അക്കൗണ്ട് ആരംഭിക്കുകയും അത് ആധാറുമായിട്ട് സീഡ് ചെയ്യുകയും ചെയ്യണം. അക്കൗണ്ട് വിവരങ്ങൾ ഇപ്പോൾ തന്നെ തയ്യാറാക്കി വെക്കുന്നത് പിന്നീട് പഞ്ചായത്ത് തലത്തിലോ അല്ലെങ്കിൽ മറ്റ് സർക്കാർ ഓഫീസുകളിലോ ഇവ സമർപ്പിക്കേണ്ടി വരുമ്പോൾ കാര്യങ്ങളൊക്കെ തന്നെ വളരെ എളുപ്പമാക്കാൻ നിങ്ങളെ സഹായിക്കും. ഈ പുതിയ പരിഷ്കാരത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വിവിധ മേഖലകളിലൊക്കെ തന്നെ ഇപ്പോൾ ചർച്ചകളും അഭിപ്രായങ്ങളും ഒക്കെ തന്നെ ഉയരുന്നുണ്ടെങ്കിലും സംസ്ഥാന സർക്കാർ ഇതിനാവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ പരിഷ്കാരവുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള ഔദ്യോഗിക അറിയിപ്പുകളും മാർഗ്ഗനിർദ്ദേശങ്ങളുമൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വളരെ വൈകാതെ തന്നെ പുറത്തിറങ്ങുന്നതായിരിക്കും. ഇതിനായി ഗുണഭോക്താക്കൾ ഇപ്പോൾ ധൃതി പിടിച്ച് ബാങ്കുകളിലേക്കോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കോ അക്ഷയ കേന്ദ്രങ്ങളിലേക്കോ ഓടേണ്ട യാതൊരു ആവശ്യവുമില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് മെമ്പർമാർ, കൗൺസിലർമാർ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി കൃത്യമായ സമയത്ത് ജനങ്ങളെ ഈ വിവരങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സർക്കാർ ഘട്ടം ഘട്ടമായി മാത്രമായിരിക്കും ഈ മാറ്റങ്ങൾ പ്രാവർത്തികമാക്കുക. അതുകൊണ്ട് തന്നെ പരിഭ്രാന്തരാകാതെ സർക്കാർ ആവശ്യപ്പെടുന്ന സമയത്ത് മാത്രം ഇത്തരത്തിലുള്ള ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും രേഖകളും ഒക്കെ തന്നെ സമർപ്പിച്ചാൽ മതിയാകും. പൂർണ്ണമായിട്ടും കിടപ്പിലായ രോഗികൾക്ക് ഈ പുതിയ രീതിയിൽ ഇളവുകൾ നൽകാൻ സാധ്യതയുള്ളതിനാൽ തന്നെ അത്തരം ആളുകൾക്ക് തുക കൈപ്പറ്റുന്നതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. വീടുകളിൽ തുക എത്തിച്ചു നൽകുന്ന രീതി നിർത്തലാകുന്നതിലൂടെ സർക്കാരിന് വലിയ സാമ്പത്തിക ലാഭവും സുതാര്യതയും ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. മുൻപ് സഹകരണ സംഘം ജീവനക്കാർക്കൊക്കെ തന്നെ ഈ തുക വിതരണത്തിനായിട്ട് നൽകിയിരുന്ന ഇൻസെൻറ്റീവുകളും അതോടൊപ്പം തന്നെ മറ്റ് അധിക ചെലവുകളുമൊക്കെ ഒഴിവാക്കാൻ ഇതിലൂടെ സാധിക്കും. ഇതാണ് സർക്കാരിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമെന്ന് പറയുന്നത്. എന്നാൽ അതേസമയം തന്നെ സാധാരണക്കാരായിട്ടുള്ള പ്രായമായവരെ സംബന്ധിച്ച് ബാങ്കുകളിൽ നേരിട്ടെത്തി ക്യൂ നിന്നുകൊണ്ട് പണം പിൻവലിക്കേണ്ടി വരുന്നത് ഒരു വലിയ വെല്ലുവിളിയായി ഉയർന്നു വന്നേക്കാം. ഇത്തരം പോരായ്മകളും മേന്മകളുമൊക്കെ ഒരുപോലെ പരിശോധിച്ച ശേഷമായിരിക്കും സർക്കാർ ഇതിൻ്റെ അന്തിമ ഉത്തരവുകളും കൂടുതൽ വ്യക്തതയുള്ള മാർഗ്ഗരേഖകളും ഒക്കെ തന്നെ പുറപ്പെടുവിക്കുക. സാങ്കേതിക തടസ്സങ്ങളില്ലാതെ തുക വിതരണം ഉറപ്പാക്കുക എന്നതാണ് സർക്കാരിൻ്റെ പ്രധാന ലക്ഷ്യം. പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കളും ഈ പ്രധാനപ്പെട്ട പുതിയ മാറ്റത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുകയും വരാനിരിക്കുന്ന പ്രധാന അറിയിപ്പുകൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുക. അതിനായിട്ട് എല്ലാവരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്നതായിരിക്കും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ ആശങ്കകളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് മറുപടി നൽകുന്നതുമായിരിക്കും. ബാങ്ക് അക്കൗണ്ട് അതോടൊപ്പം തന്നെ ആധാർ ലിങ്കിങ് എന്നിവയുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇതുപോലുള്ള പ്രധാനപ്പെട്ട സർക്കാർ അറിയിപ്പുകളും അതോടൊപ്പം തന്നെ ക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളും വേഗത്തിൽ അറിയുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കൃത്യമായിട്ട് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് വയ്ക്കാനും മറക്കരുത്. വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.